ജസാഅനിൽ ഹുസ്ന. സൂറത്തുൽ കഹ്ഫ് 88-ാമത്തെ ആയത്ത്. പലരും ഓതുന്നത് ജസാഅൻ അൽ ഹുസ്ന. അത് തെറ്റാണ്. ഇവിടുത്തെ നിയമം ഇൽത്തിഖാഉ സാക്കിനീൻ ആണ്. അതായത് സുക്കൂനുകൾ എന്താവുക, ചേർന്ന് വരിക, അടുത്തടുത്ത് വരിക. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ സുക്കൂനിന് ഒന്നുകിൽ ഹറക്കത്ത് കൊടുക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, അലിഫ് വാവ് പോലെയുള്ള അക്ഷരങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇവിടെ എവിടെയാണ് അടുത്തടുത്ത് അങ്ങനെ സുക്കൂൻ വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് ജസാഅൻ. ഉച്ചാരണം നോക്കിയ ജസാഅൻ. അൻ തൻവീനാണ്. തൻവീന്റെ ഉച്ചാരണം വരുന്നത് അവസാനത്തെ നൂനിന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ്. നൂനിന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് തൻവീന്റെ ഉച്ചാരണം. അതുകൊണ്ടാണ് തൻവീനും സുക്കൂനുള്ള നൂനും ഒരേ നിയമം വന്നിരിക്കുന്നത്. ജസാഅൻ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാത്. ജസാഅൻ. സാക്കിനായ നൂനായി, നൂനിന് സുക്കൂനായി. ജസാഅൻ. ഇനി അടുത്ത വാക്ക് നോക്കാം. ആദ്യത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലാണ്. സ്വാഭാവികമായും ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ വരുന്നത് ലാമാണ്. ലാമിന് സുക്കൂനാണ്. ഹുസ്ന. ഹുസ്ന. ലാമിന് സുക്കൂൻ. അപ്പൊ ഇവിടെ ഇതില്ല, ഹംസത്തുൽ വസ്ൽ നമ്മൾ ഉച്ചരിക്കുന്നില്ല. അപ്പോ സാക്കിനായ നൂന്, സാക്കിനായ ലാം, ഇവ രണ്ടും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. ഉച്ചാരണം നമുക്ക് എന്താണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യത്തെ നൂനിന് കെസ്റിട്ട് കൊടുക്കണം. ആദ്യത്തെ നൂനിന്, ആദ്യത്തെ സുക്കൂനിന് കെസ്റിട്ട് കൊടുക്കും, ഹറക്കത്ത് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ വായിക്കുന്നത് ജസാഅനിൽ ഹുസ്ന. ജസാഅനിൽ ഹുസ്ന. وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. ഇതാണ് ആയത്ത്.